നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയായിരുന്നു. അപ്പോൾ എനിക്കും ഇന്ന് തന്നെയായിരുന്നു പരീക്ഷ. അപ്പോൾ പരീക്ഷയ്ക്ക് പോയത് ഒരു ജീവന്മാരുടെ പോരാട്ടമായിരുന്നു. ഇന്നത്തെ ദിവസം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരീക്ഷയ്ക്ക് പോക്കായിരുന്നു. അതായത് ഇത്രയും വർഷം പരീക്ഷ എഴുതിയിട്ട് ഇത് കണക്കൊരു പരീക്ഷയ്ക്ക് പോയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് പല വീഡിയോസിലും ഞാൻ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുന്നതൊന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ഇന്ന് വലിയ കാര്യത്തിൽ പരീക്ഷയ്ക്കൊക്കെ ഇറങ്ങിയതാ, ഏകദേശം അവിടെ എത്തുന്ന ടൈമിനെയും കാട്ടി മുന്നേയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയതാ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ റോഡിൻ്റെ സ്ഥിതിയൊന്നും നമുക്ക് അറിയാൻ വയ്യ. ഇവിടെ കുറേ ഭാഗത്ത് റോഡ് പണിയൊക്കെ, നമ്മളിപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട് അതൊന്നും അറിയാൻ പറ്റിയില്ല. കുറേ ഇടത്തൊക്കെ റോഡ് ക്ലോസ്ഡൊക്കെ ആയിരുന്നു. എനിക്ക് മങ്ങാട് സ്കൂളിൽ വെച്ചായിരുന്നു പരീക്ഷ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് റോഡ് ക്ലോസ് ആയതുകൊണ്ട് വേറെ റോഡിൽ കൂടെ ഒക്കെ പോവേണ്ടി വന്നു. അത് കണക്ക് റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് അവസാനം ഒരു ഓട്ടോക്കാരൻ ചേട്ടനാണ് എന്നെ ഇന്ന് സമയത്തിന് പരീക്ഷാ ഹോളിൽ എത്തിച്ച് ഇറങ്ങി ഓടുകയായിരുന്നു. ഞാൻ കറക്റ്റ് ഒരു 29 അല്ലെങ്കിൽ 1:30 എങ്ങാണ്ട് കറക്റ്റ് ഞാൻ അവിടെ എത്തി. ജസ്റ്റ് അവർ ഗേറ്റ് അടയ്ക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ എത്തിയത്. സെൻട്രലിൽ ഓടി ഞാൻ കയറി. ഓടിക്കയറി ഹോളിൽ കയറി ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ബാഗെല്ലാം വെച്ച് ആ സീറ്റിൽ ചെന്ന് ഇരുന്നപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് പരീക്ഷ ഇന്ന് എഴുതാൻ പറ്റുമോ. അത് അത്രയ്ക്ക് ഞാൻ വിഷമിച്ചു പോയി. എനിക്കത് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്ന് ആലോചിച്ചിട്ട്. നിങ്ങൾ ആലോചിക്കും, ഓൾറെഡി ഒരു ജോലിയുള്ള ഒരാൾ എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല നല്ല പോസ്റ്റുകളുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ്, അസിസ്റ്റന്റ് ഡയറക്ടർ പോലുള്ള നല്ല നല്ല പോസ്റ്റുകളുള്ള പരീക്ഷ. അപ്പോൾ എനിക്കത് എഴുതണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അതിനുവേണ്ടി മാത്രം വന്നേക്കുന്നത്. അപ്പോൾ അത് പറ്റാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാം. ഞാൻ കരച്ചിലിൻ്റെ വക്കിലെന്നല്ല, കരഞ്ഞു എത്താൻ പറ്റത്തില്ലാത്ത ഒരു സെക്കൻഡ് തോന്നിയപ്പം കരഞ്ഞു പോയി. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ എൻ്റെ പരീക്ഷയ്ക്ക് പോക്ക്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പറ്റാതിരിക്കട്ടെ. ഒരു മണിക്കൂർ മുമ്പ് പരീക്ഷാ ഹോളിൽ എത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അത്രയും റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. ഇനി നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ഇരിപ്പുണ്ട്. ഇന്നത്തെ പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും കൊല്ലത്തുണ്ട് കേട്ടോ. ഞാൻ നാളെയാണ് ഇടുക്കിയിലോട്ട് പോകുന്നത്. പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വായിച്ചപ്പം എനിക്ക് സി ആയിരുന്നു, കോഡ് സി ആയിരുന്നു കിട്ടിയത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വായിച്ചല്ല, എക്സാം എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല. എനിക്ക് ആദ്യം വിച്ച് പോർട്ട് വാസ് ആൾസോ നോൺ ആസ് മുരിച്ചിപ്പട്ടണം, അതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് 2026 ഫിഫ വേൾഡ് കപ്പ്, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ, അങ്ങനെയുള്ള സില്ലി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യം. സി കോഡ് കിട്ടിയവർക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോയപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, അങ്ങനെ കുറച്ച് ചിന്തിക്കാൻ ലെവൽ കൂടിയ കുറേ ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ തുടങ്ങി. ആൻസർ ഒട്ടും കിട്ടാത്ത ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ലെവലാണ്. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. പിന്നെ എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം കുറേ നാൾ കൊണ്ട് പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാൾക്ക് ചിലപ്പം ഇതിന്ന് ഭിന്ന അഭിപ്രായം കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2025 നവംബറോടുകൂടി ഏകദേശം കണ്ടിന്യൂസ് സ്റ്റഡി എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2025 നവംബറിലാണ് ഞാൻ ജോലിയിൽ കയറുന്നത്. അപ്പം അന്ന് തൊട്ടിട്ട് എനിക്ക് മുറിഞ്ഞുള്ള പഠനമാണ്. ഈ SCRT കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അതേപോലെ കറണ്ട് അഫയേഴ്സൊക്കെ ഇപ്പോൾ ഒക്കെ ഒന്ന് പൊടി തൊട്ടി അടുത്തായിട്ട് അങ്ങനെയൊക്കെയുള്ള ചെറിയ പഠനങ്ങളേ ഉള്ളൂ. പിന്നെ VYQ ഏതെങ്കിലും റിവിഷൻ ക്ലാസ് കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള പഠനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ പഠനം അത്ര പ്രോപ്പർ അല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഒരു റിവ്യൂവിന് അങ്ങനെ ഒരു രീതി നിങ്ങൾ കാണണം. കാരണം നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എൻ്റെ ഇന്നത്തെ അനുഭവം. പക്ഷെ നമ്മളെ ടെലഗ്രാം ചാനലുകളിൽ കൂടിയൊക്കെ സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ പേർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര വലിയ സുഖമുള്ളൊരു പേപ്പർ ആയിരുന്നില്ല. പിന്നെ സുഖമുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നല്ല, എനിക്ക് ഒരു എബോവ് ആവറേജ് നല്ല ഒരു ലെവലായിട്ട് തോന്നി. ലെവലല്ല, നമുക്ക് ഈസി ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഇംഗ്ലീഷ്. മാത്സ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ സമയം കൊല്ലി ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതുമല്ല ഈ ഒരു 3-5 വരെയല്ലേ ഉള്ളായിരുന്നു എക്സാം. അതുമല്ല ലാസ്റ്റ് വാർണിംഗ് ബെല്ലൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ കുറേ
ടൈം പോയി. അതായത് മാത്സ് നമുക്ക് ചെയ്തെടുത്ത ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും എന്താണ് ആൻസറിലോട്ട് എത്താനുള്ള ടൈം നമുക്കില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സമയം പോയി. മലയാളവും അത്യാവശ്യം ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് കുറച്ച് നെഗറ്റീവ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു ലക്ഷ്യം എങ്ങാണ്ടിട്ട ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ കീ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു ആൻസർ. പ്രൊഫഷണൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പ്രൊഫഷണൽ കീ വന്നാലും നമുക്ക് ഫൈനൽ കീ അനുസരിച്ചുള്ള മാർക്ക് നമുക്ക് ഫൈനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് പ്രൊഫഷണൽ വെച്ചിട്ട് ഏകദേശം ഒരു 55 റേഞ്ചിലാണ് മാർക്ക് നിൽക്കുന്നത്. പ്രൊഫഷണൽ കീ അല്ല, ലക്ഷ്യയുടെ ഒരു ആൻസർ കീ വെച്ചിട്ട് ഒരു 55 റേഞ്ചിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് കൂടാൻ ചാൻസ് കുറയാം. നോർമലൈസേഷൻ കിട്ടുമെന്നൊക്കെ പറയുന്നു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള സ്റ്റേജുകാരുടെ എക്സാമും കൂടെ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ നോർമലൈസേഷൻ ഇതായിരുന്നോ പാട് സ്റ്റേജ് എന്ന് നമുക്ക് ഇതിലും ഇത് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പം സെക്കൻഡ് സ്റ്റേജ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു പാടത്, ഒരു തേർഡ് സ്റ്റേജ് ഉണ്ട്. അങ്ങനെയല്ലേ അവർ കമ്പയറിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 55 റേഞ്ചാണ്. എന്ത് സ്കോറാണ്, സേഫ് സ്കോറാണോ, നല്ല സ്കോറാണോ, മോശം സ്കോറാണോ ഒന്നും എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കുന്നുമില്ല. ഒരു തേർഡ് സ്റ്റേജും കൂടെ കഴിയുമ്പോൾ ഏകദേശം ധാരണ കിട്ടും. എന്നിട്ട് ഞാൻ ഏത് എക്സാമിനാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ എക്സാമിനെ മീൻ എഴുതാൻ പറ്റുമെന്നൊരു വിശ്വാസം വരുമ്പം പഠിക്കുക അല്ലെങ്കിലും പഠിക്കും. എന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിനുള്ള പഠിത്തം ആയതുകൊണ്ട് നമുക്ക് ഇനി ഭാവിയിലോട്ടുള്ള എക്സാമുകൾക്ക് അത് ഉപയോഗപ്പെടും. അതുകൊണ്ട് തന്നെ പിന്നെ ജൂലൈയിലൊക്കെ ആകുമ്പോഴത്തേക്ക് റിസൾട്ട് വരുമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാതിരിക്കുന്നവർക്ക് മുട്ടം പണിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരു 2 മാസം തികച്ച് കിട്ടത്തില്ല മെയിൻ എക്സാമിനായിട്ട് റിസൾട്ട് വന്നിട്ട്. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കത്തില്ല. കാരണം ഈ ഒരു ജോലിയും കൊണ്ടേ പോകത്തോളെന്നും പറഞ്ഞ് നിൽക്കുന്നവർക്ക് എന്തായാലും ഒരു നഷ്ടമൊന്നും സംഭവിക്കത്തില്ല. പഠിക്കുക. ഡിഗ്രി മെയിൻസ് പോലുള്ള നല്ലൊരു ഇൻഡെപ്ത് പഠനം ആയതുകൊണ്ട് തന്നെ മറ്റ് എക്സാമുകൾക്ക് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുകയും ചെയ്യും. ഞാനും ആ ഒരു സ്ട്രാറ്റജിയാണ്. എന്തായാലും മെയിൻസിന് വേണ്ടി പഠിക്കും. ഈ ഒരു സ്കോർ കയറോ ഇല്ലയോ എന്നൊക്കെയുള്ള പിന്നത്തെ കാര്യം. എന്തായാലും പഠിക്കുക. അപ്പം നിങ്ങളോടും എനിക്കതാ പറയാനുള്ളൂ. ഇന്ന് എക്സാം എഴുതിയവരോട് മാർക്ക് കുറഞ്ഞവർ കാണും, മാർക്ക് നല്ലോണം കിട്ടിയവർ കാണും. അപ്പോൾ ഏതായാലും പഠിക്കുക. പഠിത്തം എന്തായാലും വെറുതെ ആവത്തില്ല. എന്തായാലും നിങ്ങളൊരു ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്നവരാണല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വലിയൊരു താങ്ക്സ് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ റെസിൻ ബ്ലിസ് ബൈ നിതിൻ, എൻ്റെ ഏട്ടൻ്റെ ചാനല് കുറേ പേര്, അത് എനിക്കറിയാം, ഞാൻ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത, വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം എനിക്കൊരു 500+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആ ഒരു ചാനലിൽ. അപ്പം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ആ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് പേരത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആ ഒരു ചാനലിൽ ഉണ്ടായിരിക്കണം. അപ്പം റസിൻ ബ്ലിസ് ബൈ നിതിൻ എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടൊക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ വാർത്തകളിലൂടെ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എനിക്ക് പഠിക്കാൻ കൂടി വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ്. നിങ്ങളും അതിലൂടെ പഠിക്കും എന്തായാലും. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. റസിൻ ബ്ലിസ് ബൈ നിതിൻ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. റസിൻ്റെ കുറേ ആർട്ട് വർക്കുകളും, പിന്നെ ഞാനാണ് അതിനകത്ത് കൂടുതൽ വോയിസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടൊരു വോയിസ് ആയിരിക്കും. ഞാൻ എന്തായാലും ഒരു മോട്ടിവേഷണൽ ടച്ചോട് കൂടിയേ കൊടുക്കത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ അലിഞ്ഞു പോയി ഞാൻ എന്ത് പറഞ്ഞാലും ഒരു മോട്ടിവേഷൻ ടോക്കായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ അത് കണ്ടവർക്കറിയാം. അപ്പോൾ എന്തായാലും റസിൻ ബ്ലിസ് ബൈ നിതിൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വാർത്തകളിലൂടെ ടെലഗ്രാം ചാനൽ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് എക്സാമിന് പോയപ്പം കുറേ പേരെ കാണാനൊക്കെ പറ്റി വന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിപ്പം ഇടുക്കി വെച്ച് പോലും കുറേ പേരൊക്കെ കണ്ടു, പരിചയമുള്ളവരൊക്കെ വന്ന് സംസാരിക്കാറുണ്ട് ഇടുക്കിയിൽ വെച്ചിട്ട് പോലും. തൃശ്ശൂർ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച്, അപ്പോൾ ഏത് ജില്ലയിൽ പോയാലും ഒരാളെങ്കിലും മിനിമം വന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്, കൈപ്പിടിച്ച് സൗഹൃദം പുതുക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ റിവ്യൂ. ഞാൻ മാർക്ക് റേഞ്ച് പറഞ്ഞു 55 റേഞ്ച്. അത് ഒട്ടും ഉറപ്പിക്കുക. പ്രൊവിഷനിൽ വരണം. പ്രൊവിഷന് വന്നാലും ഇല്ല, ഫൈനൽ വന്നാലേ നമുക്ക് ഫൈനലായിട്ടൊരു മാർക്ക് പറയാൻ പറ്റും. അതേപോലെ തേർഡ് സ്റ്റേജും കൂടെ കഴിഞ്ഞാലേ മാർക്കിൻ്റെ ഒരു റേഞ്ച് വെച്ചിട്ട് നമുക്ക് സേഫ് സ്കോർ ആണോ അല്ലയോ എന്നൊക്കെ ഒരു വിലയിരുത്താൻ പറ്റും. എന്തായാലും പഠനം നിങ്ങൾ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഡിഗ്രി മെയിൻസിന് ഒരുപാട് നല്ല പോസ്റ്റുകളാണ്. ഡിഗ്രി മെയിൻസിന് വേണ്ടിയുള്ള പഠനം നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പരീക്ഷ കഴിഞ്ഞവർ എന്തായാലും അത് നിങ്ങൾക്ക് എന്തായാലും ഒരു നഷ്ടമൊന്നും ആയിരിക്കത്തില്ല. നല്ല രീതിയിലുള്ള എന്താ എക്സാം, ഒരുപാട് എക്സാം വരുന്നുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ഓരോന്നായിട്ടത് പറഞ്ഞ് ഞാൻ റിവ്യൂ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു എനിക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ
കുറച്ച് ടഫായിട്ടും പിന്നെ കുറച്ചൊക്കെ എളുപ്പമായിട്ടൊക്കെ നോക്കി. ആ സോഫ്റ്റ്വെയർ പാക്കേജസിനെ പറ്റിയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ എളുപ്പമായിരുന്നു. സ്റ്റോർ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം സ്റ്റോർ ഇൻസ്ട്രക്ഷൻ. പിന്നെ മാച്ച് ദ ഫോളോയിങ് അതൊക്കെ നല്ലതായിരുന്നു. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, കുറേ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ പോയി എക്സാം, ഇങ്ങനെ പോയി വളരെ സംഭവബഹുലമായിട്ട് ഈ എക്സാം ഞാൻ എഴുതി. എനിക്ക് എഴുതാൻ പറ്റി, അത് തന്നെയാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഒരു പോയിന്റ് വിചാരിച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റി. അത് തന്നെയായിരുന്നു വലിയ സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ റെസിം പ്ലസ് ബൈ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ആരും മറക്കല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പ്രൊവിഷണൽ കീ വരുമ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം. പ്രൊവിഷണൽ കീ അനുസരിച്ചുള്ള മാർക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഫൈനൽ കീ വന്നിട്ട് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.